ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ എല്ലാവരും അറിഞ്ഞു കാണും, ഒരു ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗാംബ്ലിംഗ് മോഡൽ, ഒരു വീട് ഒന്നാം സമ്മാനം വെച്ചുകൊണ്ട് ടിക്കറ്റ് അടിച്ചിറക്കി അത് നറുക്കെടുപ്പിലൂടെ സമ്മാനമായി കൊടുക്കുന്നു. അപ്പം അതിനകത്ത് പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന പുള്ളിയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പെട്ടി നിൽക്കുന്നത്. പുള്ളി അതിനുവേണ്ടി വീഡിയോ ചെയ്തായിരുന്നു. പുള്ളി മാത്രമല്ല, ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഫേക്കായിരുന്നു അതിൻ്റെ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഒന്ന് പറയാം, ഈ സമാന്തര ലോട്ടറികൾ കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലാത്ത തരത്തിലുള്ള സമാന്തര ലോട്ടറി വിൽപ്പന നിയമവിധേയമല്ല കേരളത്തിൽ. പക്ഷേ ഈ പുള്ളിയുടെ വീടിപ്പം കൂർഗിലാണ് മനസ്സിലാവുന്നത്. അപ്പം അത് കർണാടകയിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇതിനെ എങ്ങനെ ഇവരെ നിയമപരമായിട്ട് ബാധിക്കും എന്നുള്ളത് അറിയാൻ വയ്യ. എന്തായാലും ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു ആക്ട് ലോട്ടറിയിലുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഇത് തെറ്റാണെന്നാണ് നിയമത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ആ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. കേരളം മൊത്തം ഞാനാണ് ചർച്ചാ വിഷയം. എല്ലാ സോഷ്യൽ മീഡിയയിലും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എല്ലാവരും ജനങ്ങളെ പറ്റിച്ചു. ഒരുപാട് പൈസ കുഞ്ഞ മുങ്ങി. എന്താണ് വീഡിയോയുടെ മുന്നിൽ വരാത്തത്? ഒരു പറയാൻ ന്യായ വാക്കില്ല പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് വീഡിയോസ് ചെയ്തിട്ട് ഇച്ച് പറയാനത് ഞങ്ങളോട് പറയണം. ആദ്യം തന്നെ പറയണേ, കമന്റുകൾ ഇട്ടോളി. അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു സത്യസന്ധത അല്ലെങ്കിൽ ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതൽ ഞാനും മക്കളും തിന്നിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തു, നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. കാരണം ഞാൻ അന്നേരം പറയണേ, ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. എന്റെ പേര് പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. എന്നെ കൊണ്ട് പറ്റൂല. അത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാണ്, ഇവിടുത്തെ ഗസ്റ്റാണ്. അപ്പൊ നിങ്ങളല്ല ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളെ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോ കണ്ടാണ് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് കാരണം എന്നില്ല, ജന്നെ വെളിപ്പെടുത്തണം, ഫുള്ള് സത്യം പുറത്തു വരണം. അപ്പൊ നിങ്ങളിലേറെ ആഗ്രഹം എനിക്കത് പുറത്തു കൊണ്ടുവരാനാണ്. കാരണം ഞാൻ നാളെ മറ്റന്നാ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകുന്നുണ്ട്. എന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇന്റെ കൂടെ ഒപ്പം പോരാ. കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മാത്രമൊന്നുമല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബറായ നമ്മളെ കേരളോ ബിജു ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഇപ്പം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി, ഇത് ചെയ്തിട്ടുണ്ട്. ഇതാരാന്ന് എനിക്കറിയില്ല, ഇത് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളി. ഞാൻ മാത്രമൊന്നുമല്ല ഇത് വീഡിയോ ചെയ്തിട്ടുള്ളത്, ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തിട്ടുള്ളത്. പുള്ളി പറയുന്നത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പേര് വീഡിയോ ചെയ്താലും അത് തെറ്റാണെങ്കിൽ തെറ്റാണ്. ഒരുപാട് പേര് വീഡിയോ ചെയ്തതുകൊണ്ട് ഒരു കള്ളത്തരം അല്ലെങ്കിൽ തെറ്റ് ശരിയായി മാറുന്നില്ല. ഇതിനെ സംബന്ധിച്ച് നോക്കിയാൽ ഒന്നാമത്തെ കാര്യം, ഈ ലോട്ടറി എടുപ്പെന്ന് പറഞ്ഞ ഒരു ചൂതാട്ടമാണ്. ഈ നടക്കുന്നതും ഒരു ചൂതാട്ടമാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ള ഡെയിലി വേജസ് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്ന മേശരിപ്പണി, ആശാരിപ്പണിയൊക്കെ ചെയ്യുന്നവർ, അപ്പോൾ അവരൊക്കെ മിക്കവാറും കടകൾ വെച്ച് കാണുമ്പം ഡയറക്റ്റായിട്ടൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാം, മോനെ ഞാൻ ഒരു 1200 രൂപയുടെ പണി ചെയ്യും, പക്ഷേ 500 രൂപയ്ക്കൊക്കെ ലോട്ടറി എടുക്കും, 400 രൂപയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ 600 രൂപയ്ക്ക് എടുക്കും. അതായത് അവരതിനെ അഡിക്റ്റായിപ്പോയി. വീട്ടിൽ ഒളിപ്പിച്ച് വെക്കും ഇത് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. കിട്ടുന്നുണ്ടോ? അതുമില്ല, അവർക്ക് കിട്ടുന്നില്ല. ഇന്ന് അടിക്കത്തില്ല, നാളെ അടിക്കുക എന്നുള്ള പ്രതീക്ഷ, നാളെ വീണ്ടും എടുക്കും. എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാലും ഇവർ പണി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഈ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ ചെല്ലുമ്പോൾ അവർ ഓട്ടോമാറ്റിക് അറിയാതെ അങ്ങ് എടുത്തു പോകും. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യമെങ്കിലും പ്രൈസ് കിട്ടിയവർക്ക് പിന്നൊരു ഹരമാണ് ഇത്, ഈ ലോട്ടറി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ.
പിന്നെ അവർ ഓട്ടോമാറ്റിക് അവർ പോലും അറിയാതെ അതിനങ്ങ് അഡിക്ഷനായി പോവുകയാണ് എന്നാണ് ഈ ലോട്ടറി സ്ഥിരമായിട്ട് എടുക്കുന്നവർ നമ്മളുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചപ്പം മനസ്സിലായത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊരു ചൂതാട്ടമാണ് എന്നുള്ളത്. അപ്പം ഈ പറയുന്ന ഒരു വീഡിയോ, അതായത് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന പുള്ളിയുടെ വീഡിയോ ഇനി ഒരു 4 മിനിറ്റ് കൂടെ ഉണ്ട് അതിനകത്ത്. നമ്മൾ അതിൽ നിന്ന് ഏകദേശ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ പുള്ളി നറുക്കെടുക്കുന്ന സമയത്ത് പിന്നെ അതൊന്ന് ഷഫിൾ ചെയ്തതിന് ശേഷം പുള്ളി കൈ നല്ലതുപോലെ അടി കൊണ്ടുപോയി കൈ ഒന്ന് ഒരു 8-9 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച്. അപ്പോൾ അത്രയും സമയം അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത് എന്നുള്ളൊരു രീതിയാണ്. ലോട്ടറി അവർ ചെയ്തത് തെറ്റാണോ ശരിയാണോ ഉള്ളത് ഇനി തെളിയാൻ ഇരിക്കുന്നേ ഉള്ളൂ. എന്നാലും അതിനകത്ത് പറയാനുള്ളത്, അപ്പോൾ പുള്ളി എടുത്ത ആ ഒരു രീതി കാരണമാണ് ഇപ്പം ആ വിവാദം ഇത്രയും ഉണ്ടായേക്കുന്നത്. നേരെ മറിച്ച് നല്ലവരൊന്ന് ഷഫിൾ ചെയ്ത് മേളിൽ നിന്ന് ഒരെണ്ണമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരെണ്ണം എടുത്താൽ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. മൊത്തത്തിൽ ആ വീഡിയോ കണ്ടാൽ ഒരു സ്ക്രിപ്റ്റഡ് വെർഷനായിട്ട് തോന്നും. ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും. പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് പലരും ടിക്കറ്റ് എടുത്തതും പലരുടെയും കാശ് പോയേക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ വഹിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചവർക്കും ജനങ്ങൾക്കും അതിനകത്ത് സംശയമുണ്ടെങ്കിൽ രണ്ടാമത് നറുക്കെടുക്കുകയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിലുള്ള പ്രശ്നപരിഹാരം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാര്യം ജനങ്ങളെ ഒരു കാരണവശാലും പറ്റിക്കുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഇല്ലീഗലായിട്ടുള്ള ഈ രീതിയിലുള്ള ഗാംബ്ലിങ്ങുകൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ പിന്നെ ചൂഷണം ചെയ്ത് ആരായാലും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ. എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് വെർഷനായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരായവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ. പിന്നെ അതല്ല അവരുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ അതും തെളിയട്ടെ. ഏതായാലും സത്യാവസ്ഥ മറനീക്കി പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിനകത്തുള്ള ഞാൻ പേഴ്സണലി ഇതിനകത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള ലോട്ടറി, ഗാംബ്ലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാൻ അനുകൂലിക്കുന്ന വ്യക്തിയല്ല. പിന്നെ നമ്മുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയാണെങ്കിൽ തന്നെയും വളരെ പിന്നെ പാവപ്പെട്ടവരുടെ കാശ് അവരെ അഡിക്ഷനാക്കി ചൂതാട്ടമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഡിക്റ്റായി അവരുടെ കാശ് ഓരോ ദിവസം വെറുതെ 100 കണക്കിന് രൂപ പോവുകയാണ് പണി ചെയ്ത കഷ്ടപ്പെട്ട കാശ്. അപ്പോൾ അതിനെയും ഞാൻ അനുകൂലിക്കുന്നില്ല. ഇതുപോലുള്ള തട്ടിപ്പുകളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നതിനെയും ഞാൻ അനുകൂലിക്കുന്നില്ല. എന്തായാലും സത്യാവസ്ഥ മറനീക്കി പുറത്തു വരട്ടെ. നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇതിനകത്ത് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പിന്നെ രേഖപ്പെടുത്തുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.